രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ആരോപണം ഉയർന്നിരുന്നത് അയാൾ പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോഴും ട്രിവാൻഡ്രത്തുള്ളപ്പോഴും ഒന്നും അറസ്റ്റ് ചെയ്തില്ല, വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ആരോപണം. എന്താണ് പോലീസിൻ്റെ ഒരു അറസ്റ്റ് നടത്തണമെങ്കിൽ എവിഡൻസ് ഫസ്റ്റ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അറസ്റ്റിനെ ഒരു ധൃതിയില്ല, നമുക്ക് എവിഡൻസ് ആണ് ആദ്യത്തെ പ്രയോറിറ്റി. എവിഡൻസ് കിട്ടി കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്ന സമയം നമ്മൾ തീരുമാനിക്കും. കാരണം അതിന് ടാക്ടിക്സ് കൂടെ ഉണ്ട്. അനാവശ്യമായിട്ട് ലോ ആൻഡ് ഓർഡർ ഉണ്ടാക്കില്ല. സോ വി അറസ്റ്റ് ഇൻ എ ടാക്ടിക്കൽ മാനർ. അതാണ് ഇത്. പോലീസിൻ്റെ തീരുമാനം തന്നെയാണ് അപ്പോൾ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാം എന്നുള്ളത്. വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യണം, എവിടെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ആണെങ്കിൽ ഒരു വി റിസ്ട്രെയിൻ എ പേഴ്സൺ. സോ അതിൻ്റെ ടാക്ടിക്സ് നമ്മൾ തീരുമാനിക്കും. ദർ ഇസ് നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ്. ഇത് എല്ലാ കേസസിലും നടക്കുന്ന കാര്യമാണ്. PDPP കേസുമാണ്, അവൈലബിൾ ആണ്. പോലീസ് വാഹനങ്ങൾ നശിപ്പിച്ചു. അതിൻ്റെ ഒരു 2-3 ബസ്, പിന്നെ ഒരു പിങ്ക് പെട്രോൾ, ഇതൊക്കെ നഷ്ടമായിട്ടുണ്ട്. നിയർലി 1 lakh rupees of loss is there. That will also be recovered. ഇതിൽ 31 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ സാർ. 27 പേർക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു. 4 പേര് ഇപ്പോഴും ജയിലിലുണ്ട്. അപ്പോഴൊന്നും അറസ്റ്റ് ചെയ്യാതെ ഇപ്പോൾ മാത്രം അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അറസ്റ്റ് ഈസ് ഓൺലി വൺ സ്റ്റെപ്പ് ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ. അറസ്റ്റ് മാത്രമല്ല, അറസ്റ്റ് ആയി കഴിഞ്ഞാൽ 4 ബെയിൽ കിട്ടുമായിരിക്കും, നമുക്കറിയില്ല. പക്ഷേ എവിഡൻസ് ആണ് നമ്മുടെ മെയിൻ പ്രയോറിറ്റി. എവിഡൻസ്, പിന്നെ അത് എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് ചെയ്യും. അറസ്റ്റ് ചെയ്യുന്ന കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ, വേറെ എന്തെങ്കിലും കോയർസീവായിട്ട് പറയാനുണ്ടോ? പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്നാണല്ലോ ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത്. പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടാണ് പോലീസ് ഇപ്പോൾ സർക്കാരിൻ്റെ നിർദ്ദേശം പാലിക്കാൻ. പബ്ലിക് പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ചെയ്താൽ നമ്മളൊന്നും പോളിറ്റിക്സ് ഒന്നും നോക്കില്ല. അത് ആരാണെങ്കിലും നമ്മൾ അറസ്റ്റ് ചെയ്യും. അത് ഏത് കേസാണെങ്കിലും നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ. പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ആയി കഴിഞ്ഞാൽ വി വിൽ നോട്ട് ലുക്ക് അറ്റ് ദ പാർട്ടി. ഇറ്റ്സ് എ വെരി സീരിയസ് മാറ്റർ. പോലീസ് ഉദ്യോഗസ്ഥരെ അറ്റാക്ക് ചെയ്യുന്നു, അല്ല പബ്ലിക് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവർ ആരാണെങ്കിലും. ഇതേ പോലീസ് ഉദ്യോഗസ്ഥരാണല്ലോ ഗവർണർ പോയപ്പോഴത്തേക്ക് ഗവർണർക്ക് പ്രോപ്പറായിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റാത്തത്. എപ്പോഴാണ് പറ്റാത്തത്? വി ഹാവ് റിമൂവ് പീപ്പിൾ, വി ഹാവ് റിമാൻഡഡ് പീപ്പിൾ, വി ഹാവ് അറസ്റ്റഡ് പീപ്പിൾ, വി ഹാവ് രജിസ്റ്റേർഡ് നോൺ അവൈലബിൾ സെക്ഷൻസ്. മുഖം നോക്കാതെയാണ് നമ്മൾ ആക്ഷൻ ചെയ്യുന്നത്. പാർട്ടി നോക്കില്ല, മുഖം നോക്കില്ല. കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ അറസ്റ്റ് ചെയ്യും, നോൺ അവൈലബിൾ ആണെങ്കിൽ റിമാൻഡ് ചെയ്യും. അതാണ് നമ്മുടെ ജോലി. ഓക്കെ സാർ, താങ്ക്സ്. താങ്ക് യു.